ഇതിൽ ഇത്രയ്ക്കൊക്കെ കാര്യം ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നത് ഫിൽറ്റർ കോഫിയെ പറ്റിയാണ് കേട്ടോ. ഫിൽറ്റർ കോഫി മേക്കർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഫിൽറ്റർ കോഫി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ആഡ് ചെയ്യുന്ന നെസ്കഫയുടെ കോഫി പൗഡറാണ്. ഫിൽറ്റർ കോഫി പൗഡർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഞങ്ങളുടെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പഞ്ചസാര തൂക്കി കൊടുക്കും. എന്നിട്ട് ആ ഒരു അടപ്പ് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ച വെള്ളം ചുറ്റി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു വെച്ച് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 3-4 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ സമയത്തിന് പാല് തിളപ്പിച്ച് ഫിൽറ്റർ കോഫി ഉണ്ടാക്കാം. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഫിൽറ്റർ കോഫി ഇങ്ങനെ ഒരു ബ്രാസ് ടംബ്ലറിൽ തന്നെ കുടിക്കുന്നത്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ബ്രാസ് എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ നമുക്ക് കോഫി ആ ചൂടിൽ തന്നെ നിർത്തി കുടിക്കാൻ പറ്റും. മാത്രമല്ല അത് നമ്മുടെ കോഫിയുടെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യും. മാത്രമല്ല കോഫിയിൽ അസിഡിറ്റിയും കുറയ്ക്കും. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഡീകോഷൻ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് പതയെ എടുത്ത് പിന്നെ ഈ ഡീകോഷനിൽ ഡ്രോപ്പ് എടുത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ കോഫി കുടിച്ചു വെക്കാം. എനിക്ക് ഫിൽറ്റർ കോഫി ടംബ്ലർ പോലെ ഒരു ടംബ്ലർ സെറ്റ് ചെയ്ത് തന്നെ. കോഫി അഡിക്റ്റായി എന്നോട് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.